നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക്, യാത്രക്കാർക്ക് ദുരിതയാത്ര. മണ്ണുത്തി-ഇടപ്പള്ളി ദേശീയപാതയിൽ ടോൾ പിരിവ് നിർത്തിവച്ചതോടെ റോഡ് അപകടങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ കരാർ കമ്പനി നിർത്തിവച്ചു. യുവാവിനെ ആക്രമിച്ച് 20,000 രൂപ വീതം വില വരുന്ന വാച്ചും മൊബൈൽ ഫോണും കവർ ചെയ്ത കേസിൽ 3 യുവാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ പടിഞ്ഞാട്ടുമുറിയിൽ വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം പൂച്ചയുടേതാണെന്ന് വനം വകുപ്പ് അധികൃതർ. നന്ദിക്കര മാപ്രാണം റോഡ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആമ്പല്ലൂരിൽ വാഹനങ്ങൾക്ക് തുഴഞ്ഞും ഇഴഞ്ഞും പോകാം. യാത്രക്കാർക്ക് ഇരട്ടി ദുരിതയാത്ര സമ്മാനിക്കുകയാണ് ദേശീയപാത. പറഞ്ഞ് യാത്രക്കാരും മടുത്തു. ബുധനാഴ്ച രാവിലെയും പതിവ് പോലെ ദേശീയപാത നിശ്ചലമായിരുന്നു. വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങി. രാവിലെ മഴ കൂടി പെയ്തതോടെ ചെളിക്കുളമായ അവസ്ഥയായിരുന്നു. കൂടാതെ യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാക്കി ആമ്പല്ലൂർ ജംഗ്ഷനിൽ പുതിയ കുഴികളും രൂപപ്പെട്ടിരിക്കുകയാണ്. സമയത്ത് സ്ഥലങ്ങളിൽ എത്താനാവാതെ അസ്വസ്ഥരായി യാത്രക്കാരും പ്രതിഷേധിച്ചു. ചാലക്കുടി ഭാഗത്തേക്കുള്ള ചില വാഹനങ്ങൾ ദേശീയപാതയിൽ കയറിയിറങ്ങി നടുമുടിയാനും സമയം കളയാനുമില്ലെന്ന് പറഞ്ഞ് കല്ലൂരിലെയും മറ്റ് ചെറു റോഡുകളിലൂടെയും ദേശീയപാതയിൽ പ്രവേശിച്ചു. 2 ദിവസം മുൻപും സമാന അവസ്ഥയുണ്ടായിരുന്നു. മണിക്കൂറുകളോളം ജനം നടുറോഡിൽപ്പെട്ടു. ആമ്പല്ലൂരിലെ സർവീസ് റോഡിലെ കാന നിർമ്മാണവും ശ്രീലക്ഷ്മി തിയേറ്ററിന് സമീപം ദേശീയപാതയിൽ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തികളും നടക്കുന്നതായിരുന്നു ഗതാഗതക്കുരുക്കിന്റെ പ്രധാന കാരണം. എന്നിരുന്നാലും യാത്രക്കാരുടെ ദുരിതം ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന മട്ടിലാണ് അധികൃതരുടെ നിലപാടെന്നാണ് ജനം പറയുന്നത്. മണ്ണുത്തി-ഇടപ്പള്ളി ദേശീയപാതയിൽ ടോൾ പിരിവ് നിർത്തിവച്ചതോടെ റോഡ് അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ദേശീയപാത അതോറിറ്റി നിർത്തിവച്ചു. വ്യാഴാഴ്ച ടോൾ വിഷയം സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ടോൾ കമ്പനി സേവനങ്ങൾ നിർത്തിവച്ചത്. ആപത്ത് ഘട്ടത്തിൽ വിളിക്കുമ്പോൾ ആംബുലൻസ് സേവനം മാത്രം പൂർണ്ണമായും നിർത്തിയിട്ടില്ല. അപകടങ്ങളിൽ ഇടിച്ച വാഹനങ്ങൾ മാറ്റിയിടാനും സൗജന്യ സേവനം ഉണ്ടാകില്ല. കുഴികൾ അടയ്ക്കലും അറ്റകുറ്റപ്പണികളും നിർത്തിവച്ചിരിക്കുകയാണ്. വഴിവിളക്കുകൾ നിലവിൽ കത്തുന്നുണ്ടെങ്കിലും കേടായാൽ നന്നാക്കാനുള്ള സാധ്യതയും വിരളമാണ്. വരുമാനമില്ലാതെ ചെലവാക്കാനാകില്ലെന്ന നിലപാടിലാണ് കരാർ കമ്പനി. എന്നാൽ പ്രതിസന്ധിക്ക് ദേശീയപാത അതോറിറ്റി ഇതുവരെയും പരിഹാരം കണ്ടെത്തിയിട്ടില്ല. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ ഗതാഗതക്കുരുക്കിലും അറ്റകുറ്റപ്പണികളിലും NHAI വീഴ്ച വരുത്തിയ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 6-ന് ഹൈക്കോടതി പാലിയേക്കരയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നു. തങ്ങളുടേതല്ലാത്ത കുറ്റത്തിനാണ് ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുന്നതെന്നാണ് ടോൾ കരാർ കമ്പനിയുടെ വാദം. അടിപ്പാത നിർമ്മാണങ്ങൾ പുതിയ കമ്പനിക്കാണ് NHAI കരാർ നൽകിയിരിക്കുന്നത്. അതിനാൽ ടോൾ പിരിവിലൂടെയുള്ള വരവ് നിലച്ചതോടെ സേവനങ്ങളും നൽകാൻ കഴിയില്ലെന്നാണ് കമ്പനി വാദം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ ടോൾ കമ്പനിയോട് രക്ഷാപ്രവർത്തനത്തിന് സഹായം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ലഭിച്ചില്ല. മണലിയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വാഹനങ്ങൾ 2 മണിക്കൂർ കഴിഞ്ഞാണ് മാറ്റിയിട്ടത്. ഇത് രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്നു. രക്ഷാപ്രവർത്തനം തങ്ങളുടെ ബാധ്യതയല്ലെന്നാണ് വിളിക്കുമ്പോൾ കരാർ കമ്പനി പ്രതികരിക്കുന്നത്. അതേസമയം ദേശീയപാതയിലൂടെയുള്ള യാത്രയ്ക്ക് സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ചുമതല NHAIക്കാണ്. ജില്ലാ ഭരണകൂടവും പോലീസും ജനപ്രതിനിധികളും സർക്കാരും ചേർന്ന് ദേശീയപാതയിൽ അപകടഘട്ടങ്ങളിലെ സേവനം ഉറപ്പാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ടോൾ പിരിവ് നിർത്തിവെക്കേണ്ടി വന്നതിന്റെ പ്രതികാര നടപടിയെന്നോണമാണ് ടോൾ കമ്പനി ആംബുലൻസ് സേവനം വരെ നിർത്തിവെക്കാനിടയായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. യുവാവിനെ ആക്രമിച്ച് 20,000 രൂപ വീതം വില വരുന്ന വാച്ചും മൊബൈൽ ഫോണും കവർ ചെയ്ത കേസിൽ 3 യുവാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള ആനന്ദപുരം ഇടയാട്ടുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ അപ്പുട്ടി എന്നറിയപ്പെടുന്ന 28 വയസ്സുള്ള അനുരാജ്,
കൊറ്റനെല്ലൂർ പട്ടേപ്പാടം സ്വദേശികളായ തൈപ്പറമ്പിൽ നിഖിൽ, വേലാമ്പറമ്പിൽ അബ്ദുൾ ഷാഹിദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടയാട്ടുമുറി കിണർ സ്റ്റോപ്പിനടുത്ത് വെച്ച് ഓഗസ്റ്റ് 11-നായിരുന്നു സംഭവം. കറുകുറ്റി സ്വദേശി ചക്കേത്ത് വീട്ടിൽ റോബിൻ തന്റെ കാറിൽ സുഹൃത്തായ യുവതിയെ ഇടയാറ്റുമുറിയിലുള്ള വീട്ടിൽ കൊണ്ടാക്കുന്നതിനായി പോകുമ്പോൾ കാറ് തടഞ്ഞു നിർത്തി റോബിനെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട്, ആളൂർ, കാട്ടൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം, കവർച്ച, മയക്കുമരുന്ന് കച്ചവടം, അടിപിടി എന്നിങ്ങനെയുള്ള 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അനുരാഗ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർമാരായ എൻ പ്രദീപ, വൈഷ്ണവ്, GSI PM ജിജോ, CPOമാരായ ഫൈസൽ, നവീൻ കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മറ്റത്തൂർ പടിഞ്ഞാട്ടുമുറി കതിരോല റോഡിലുള്ള വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം പൂച്ചയുടേതാണെന്ന് വനം വകുപ്പ് അധികൃതർ. ക്യാമറയിൽ നിന്നുള്ള ദൃശ്യം വിശദമായി പരിശോധിച്ചതിൽ നിന്ന് അത് പൂച്ചയുടേതാണെന്ന് പ്രാഥമിക വിലയിരുത്തലെന്ന് വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജ് പറഞ്ഞു. കോപ്ലി യോഹന്നാന്റെ വീട്ടിലെ CCTV ക്യാമറയിലാണ് ഒരു ജീവിയുടെ ദൃശ്യം കഴിഞ്ഞ ഞായറാഴ്ച സന്ധ്യയ്ക്ക് പതിഞ്ഞത്. യോഹന്നാനും ഭാര്യയും അമേരിക്കയിൽ മകന്റെ കുടുംബത്തോടൊപ്പമായതിനാൽ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ക്യാമറ ദൃശ്യങ്ങൾ അമേരിക്കയിലിരുന്ന് മൊബൈലിൽ നിരീക്ഷിക്കുന്നതിനിടെയാണ് ദൃശ്യം കണ്ടത്. തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിച്ചതോടെയാണ് പരിശോധന നടത്തിയത്. പൂച്ചയുടെ ദൃശ്യങ്ങളാണ് എന്ന വിവരം പുറത്തു വന്നതോടെ പുലിഭീതി ഒഴിഞ്ഞ ആശ്വാസത്തിലാണ് നാട്ടുകാർ. വരന്തരപ്പിള്ളിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് വീട്ടുമതിൽ തകർന്നു. അപകടത്തിൽപ്പെട്ട കാർ കിണറിൽ വീഴാതിരുന്നത് വലിയ അപകടം ഒഴിവായി. വരന്തരപ്പിള്ളി റൊട്ടിപ്പടിക്ക് സമീപം ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. പട്ടലപ്പറമ്പിൽ രുക്മിണിയുടെ വീട്ടുമതിലാണ് തകർന്നത്. മതിൽ ഇടിച്ചു തകർത്ത കാർ കിണറിന്റെ കൈവരിയോട് ചേർന്ന് തടഞ്ഞു നിൽക്കുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന കോളേജ് വിദ്യാർത്ഥിയായ കല്ലൂർ സ്വദേശി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുതുക്കാട്, ഇരിഞ്ഞാലക്കുട മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട റോഡായ നന്ദിക്കര മാപ്രാണ റോഡ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KK രാമചന്ദ്രൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് എന്നിവർ പ്രസംഗിച്ചു. 16.63 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. വോട്ട് കൊള്ള വിഷയത്തിൽ പ്രതിപക്ഷ MPമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, DCC സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, സെബി കൊടിയൻ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, KJ ജോജു, മണ്ഡലം പ്രസിഡന്റ്മാരായ രാജു തളിയപ്പറമ്പിൽ, സിജോ ഇടപ്പിള്ളി, ഫ്രാൻസിസ് പടിഞ്ഞാറത്തല, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശാലിനി ജോയി, ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്മാരായ M ശ്രീകുമാർ, ഷാജു കാളിയങ്കര, CH സാദത്ത്, സ്റ്റാൻലോ ജോർജ്, KN രാജൻ, K രവീന്ദ്രനാഥ്, വർഗീസ് തെക്കേതല, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് ഐത്താടൻ എന്നിവർ നേതൃത്വം നൽകി. അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ശ്രമിച്ച മോദി സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരമാണ് ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ട് വോട്ടിംഗ് സമ്പ്രദായത്തെ തിരിമറി നടത്തിക്കൊണ്ട് നമുക്കറിയാം, ഇന്ത്യയൊട്ടാകെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് തട്ടിപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ പത്രസമ്മേളനം നടന്നതിന് ശേഷം വ്യാപകമായി കോൺഗ്രസിനെയും നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയും ആക്രമിക്കുന്ന രീതിയിലുള്ള നടപടികളുമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ ശക്തമായ സമരം ഇന്ത്യയിലെ 600ഓളം വരുന്ന പാർലമെന്റ് അംഗങ്ങളിൽ 300 പാർലമെന്റ് അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ സമരം സംഘടിപ്പിക്കുകയും യാതൊരു പ്രകോപനവും ഇല്ലാതെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ KSRTC പുതുക്കാട് ഡിപ്പോയിലെ ഓഫീസ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുള്ളിക്കൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, ദിനിൽ പാലപ്പറമ്പിൽ, KSRTC തൃശൂർ ATO, KSRTC സ്റ്റേഷൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു.
MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 7.80 ലക്ഷം രൂപ ചിലവിലാണ് ഈ ഓഫീസ് ആക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളും വാങ്ങിയത്. KSKTU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ VS അച്യുതാനന്ദൻ അനുസ്മരണം CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. KSKTU ഏരിയ പ്രസിഡന്റ് NM സജീവൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി EK അനൂപ, KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ, PK കൃഷ്ണൻകുട്ടി, സ്വപ്ന സത്യൻ, VS ആദിത്യ എന്നിവർ പ്രസംഗിച്ചു. ആലപ്പാട്ട് തെക്കേത്തല ഫാമിലി ട്രസ്റ്റിന്റെ 19ാം വാർഷികം ആഗസ്റ്റ് 16-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 9-ന് പറപ്പൂക്കര സെന്റ് ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയിൽ മാർ ജോയ് ആലപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്ന സമൂഹ ബലിയോടെ ചടങ്ങ് ആരംഭിക്കും. ശേഷം 10:30-ന് പറപ്പൂക്കര ജ്യോതിസ് ഓഡിറ്റോറിയത്തിൽ വച്ച് പൊതുസമ്മേളനം നടക്കും. ഷിക്കാഗോ രൂപതാ മെത്രാൻ മാർ ജോയ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്യും. ട്രസ്റ്റ് പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല അധ്യക്ഷത വഹിക്കും. പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജ് സ്ഥാപക ഡയറക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പറപ്പൂക്കര ഫൊറോന പള്ളി വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. സന്യസ്ത ജീവിതത്തിലും വിവാഹ ജീവിതത്തിലും 25-50 വർഷം പൂർത്തീകരിച്ചവരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ വർഗീസ് തെക്കേത്തല, ജസ്റ്റിൻ ആലപ്പാട്ട്, TM യോഹന്നാൻ, വർഗീസ് ആലപ്പാട്ട് എന്നിവർ പങ്കെടുത്തു. ആലപ്പാട്ട് തെക്കേത്തല ഫാമിലി ട്രസ്റ്റിന്റെ 19ാം വാർഷികമാണ് ഓഗസ്റ്റ് 16-ാം തീയതി പറപ്പൂക്കര ഫൊറോന പള്ളിയിൽ വെച്ച്. ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനിക്കുന്ന ഞങ്ങളുടെ ചിക്കാഗോ രൂപത മെത്രാൻ ജോയി ആലപ്പാട്ട് പിതാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാർമ്മികത്വ ദിവ്യബലിയോടുകൂടി ഞങ്ങളുടെ ചടങ്ങ് ആരംഭിക്കുകയാണ്. ആലപ്പാട്ട് തെക്കേത്തല ഫാമിലി ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 19 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് പരിപാടികൾ നടത്തിക്കൊണ്ടുവരുന്ന ഒരു കുടുംബ സംഗമമാണിത്. ഇത്രയും തുടർച്ചയായിട്ട് ഇത്രയും കാലം കൊണ്ടു നടക്കാൻ പറ്റുന്ന മറ്റ് തറവാട്ടുകാരുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ അറിവിൽ ഇല്ല എന്നാണ് ഉത്തരം. ഇതിന് ഏറ്റവും ഊനം നൽകിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ മാർ ജോയ് ആലപ്പാട്ട് പിതാവ് അതിനുവേണ്ടി അമേരിക്കയിലെ ചിക്കാഗോയിൽ നിന്ന് എത്തുകയും ഞങ്ങൾക്ക് അത് വലിയൊരു ഊർജം ആയി ഞങ്ങൾ നടത്തുകയും ഈ മിക്കവാറും വർഷങ്ങളിൽ ആഗസ്റ്റ് മാസത്തിൽ തന്നെയാണ് ഞങ്ങൾ വാർഷികം നടത്താറുള്ളത്. മണ്ണംപേട്ട മാതാ ഹൈസ്കൂളിലെ സുരക്ഷാ സമിതിയുടെ യോഗം സംഘടിപ്പിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജെൻസൺ പുത്തൂർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ KJ തോമസ്, സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ പുന്നശ്ശേരി, വരദരപ്പള്ളി SI CC സുനിൽകുമാർ, അളഗപ്പനഗർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഹരീഷ്, മാതൃസംഗമം പ്രസിഡന്റ് മഞ്ജു സജി, സ്കൂൾ സുരക്ഷാ ഗ്രൂപ്പ് ടീച്ചർ ഇൻചാർജ് ലിൻസി, സ്കൂൾ ലീഡർ ദേവനന്ദ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സുരക്ഷാ സമിതിയുടെ പുതിയ കമ്മിറ്റിയുടെ രൂപീകരണവും നടത്തി. വേലുപ്പാടം വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ വെള്ളിയാഴ്ച ആഘോഷിക്കും. വ്യാഴാഴ്ച രാവിലെ 6:30-ന് ആഘോഷമായ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, പ്രദക്ഷിണം, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവ നടക്കും. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കാർമ്മികനാകും. ഊട്ടുതിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 6-ന് ഫാദർ ഡേവിസ് പട്ടത്ത് കാർമ്മികനായ വിശുദ്ധ കുർബാന, നൊവേന, ഊട്ട് ആശീർവാദം, 10:30-ന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺ ജോസ് കോനിക്കരയുടെ കാർമ്മികത്വത്തിൽ ആഘോഷമായ പാട്ടുകുർബാനയും ഉണ്ടായിരിക്കും. ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി തിരുനാൾ സന്ദേശം നൽകും. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് നേർച്ച ഊട്ട്. തിരുനാൾ ദിനത്തിൽ തൃശൂർ, ആമ്പലൂർ, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട എന്നിവിടങ്ങളിൽ നിന്നും വേലുപ്പാടത്തേക്ക് പ്രത്യേക ബസ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. മുപ്ലിയം അസംഷൻ പള്ളിയിൽ വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇഗ്നൈറ്റ് 2025 സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 15-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 6:45-ന് പരിപാടികൾ ആരംഭിക്കും. ഇരിങ്ങാലക്കുട രൂപത കാറ്റഗിസം ഡയറക്ടർ ഫാദർ റിജോയ് പഴയാറ്റിൽ മുഖ്യാതിഥിയായിരിക്കും. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികവ് തെളിയിച്ച അധ്യാപകരെയും 150ഓളം വിദ്യാർത്ഥികളെയും ആദരിക്കും. വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന കലാവിരുന്നും ഉണ്ടായിരിക്കും. ചെങ്ങാലൂർ സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ തിരുനാൾ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കും. വ്യാഴാഴ്ച വൈകിട്ട് 6:15-ന് പ്രസുദേന്തി വാഴിക്കൽ, തുടർന്ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, കൂട് തുറക്കൽ, പ്രദക്ഷിണം, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നീ ചടങ്ങുകൾ നടക്കും.
ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനാകും. വെള്ളിയാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ അജോ വടക്കോട്ട് നയിക്കും. ഫാദർ സെബാസ്റ്റ്യൻ കോയിക്കര സന്ദേശം നൽകും. നേർച്ചയൂട്ടും ഉണ്ടായിരിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് NCC യൂണിറ്റ് തിരങ്ക 25 പരിപാടിയുടെ ഭാഗമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 15 രാവിലെ 9:30 കോളേജ് ക്യാമ്പസിൽ ആരംഭിക്കുന്ന മത്സരങ്ങളിൽ ഇന്റർ കോളേജ് ക്വിസ് മത്സരവും ഇന്റർ കോളേജ് ദേശഭക്തിഗാന മത്സരവും ഉൾപ്പെടുന്നു. മത്സരങ്ങൾ കേരളത്തിലെ എല്ലാ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്ററിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പറുകൾ: ആദ്യ നമ്പർ 9562299681, അടുത്ത നമ്പർ 8848693700. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുക, തെരുവുനായ ശല്യത്തിന് അറുതി വരുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സിറ്റിസൺ ഫോറം ആഗസ്റ്റ് 15 ആശയപ്രചരണ സംഗമം നടത്തുന്നു. കല്ലൂർ മാവിൻ ചുവട് സെൻറ്ററിൽ വൈകിട്ട് 5 നടക്കുന്ന ചടങ്ങ് KCF സംസ്ഥാന പ്രസിഡന്റ് PJ ആന്റണി ഉദ്ഘാടനം ചെയ്യും. വട്ടനാത്ര പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ വിശേഷാൽ ഭഗവത് സേവ ശനിയാഴ്ച വൈകിട്ട് 6 മുതൽ നടത്തുന്നു. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി, വടക്കേടത്ത് പെരുമ്പടപ്പ് നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. വൃക്കകളെ സംരക്ഷിക്കുന്ന ദൈനംദിന ശീലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോടോക്ക്. ധാരാളം വെള്ളം കുടിക്കുക. ജലാംശം വൃക്കയിലെ കല്ലുകളും UTIകളും തടയാൻ സഹായിക്കുന്നു. മൂത്രനാളിയിലെ അണുബാധകൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ ലയിപ്പിക്കാനും വെള്ളം സഹായിക്കുന്നു. അമിതമായി ഉപ്പ് കഴിക്കുന്നത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാം. കൂടാതെ BP കൂടുന്നതിനും ഇടയാക്കും. ദിവസവും അല്പനേരം നടക്കുന്നത് വൃക്കകളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഇടയ്ക്കിടെ ബ്ലഡ് ഷുഗർ അളവ് പരിശോധിക്കേണ്ടത് പ്രധാനമാണ്. കാരണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാം. വേദന സംഹാരി അമിതമായി കഴിക്കരുത്. കാരണം പെയിൻ കില്ലർ അമിതമായി കഴിച്ചാൽ വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കാം. പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. കാരണം അവ വൃക്കകളെ ആരോഗ്യത്തോടെ നിലനിർത്തും. ജങ്ക് ഫുഡുകളിൽ ഉയർന്ന അളവിൽ സോഡിയം, ആനിമൽ പ്രോട്ടീൻ, പഞ്ചസാര എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ അവ വൃക്കയിലെ കല്ലുകൾ രൂപപ്പെടുന്നതിന് കാരണമാകും. ഈ ഘടകങ്ങൾ മൂത്രത്തിൽ കാൽസ്യം, യൂറിക് ആസിഡ് തുടങ്ങിയ വസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിക്കുകയും വൃക്കയിലെ കല്ലുകൾ ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യും. ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക. ഭാരം കൂടുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. വർഷത്തിലൊരിക്കൽ മൂത്രവും രക്തപരിശോധനയും നടത്തുക. ദിവസവും രാത്രി 8 മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃക്കൂർ മണലി റോഡിൽ പുലക്കാട്ടുകര സെൻറ്ററിൽ ഇന്റർലോക്ക് ടൈൽ വിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആഗസ്റ്റ് 16 മുതൽ 31 വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ ആശാപ്രവർത്തകയുടെ ഒഴിവിലേക്കായി SSLC വിദ്യാഭ്യാസ യോഗ്യതയും 25-നും 45-നും ഇടയിൽ പ്രായവുമുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ സ്ഥിര താമസക്കാർക്ക് മുൻഗണന. യോഗ്യരായവർ ആഗസ്റ്റ് 18 തിങ്കളാഴ്ച 12 മണിക്ക് മുൻപായി തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 9744748115. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവറുടെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഡ്രൈവർമാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ SSLC പാസ്സായവരും ബാഡ്ജും ഹെവി ലൈസൻസ് എടുത്ത് 3 വർഷം തികഞ്ഞവരും ആയിരിക്കണം. പ്രായപരിധി 50 വയസ്സ്. താൽപ്പര്യമുള്ളവർ അപേക്ഷാ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷകൾ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിൻ്റെ വിലാസത്തിൽ ഇമെയിൽ മുഖേനയോ തപാലിലോ നേരിട്ടോ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ആഗസ്റ്റ് 20 വൈകിട്ട് 5 മണി. വിലാസം: സൂപ്രണ്ട്, താലൂക്ക് ആശുപത്രി, പുതുക്കാട്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പുതുക്കാട്. ഇമെയിൽ chcpudukad@gmail.com. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില.
സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9275 രൂപ, പവന് 74,200 രൂപ. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് മഞ്ഞളി ഈനാശു ബാബു അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. ശാന്തയാണ് ഭാര്യ. അസന, ഗ്ലെൻവിൻ എന്നിവർ മക്കളും ഫാനി, ഫേബ എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് മരിയമല എടശ്ശേരി ആറ്റുപുറം ലോനപ്പൻ്റെ ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30 പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. സിസ്റ്റർ അലോസിൻ, ലോനപ്പൻ, ജോസ്, സിസ്റ്റർ സരിത, ഡെയ്സി, ജോളി എന്നിവർ മക്കളും. മീന, ജോളി, ജോസ്, സണ്ണി എന്നിവർ മരുമക്കളുമാണ്. ഫാദർ ജോയി കൊടിയൻ അന്തരിച്ചു. 52 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 ചാലക്കുടി കാർമൽ ഭവൻ ആശ്രമത്തിൽ. പുതുക്കാട് കൊടിയൻ ജോസിൻ്റെ മകനാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക്, യാത്രക്കാർക്ക് ദുരിതയാത്ര. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ടോൾ പിരിവ് നിർത്തിവച്ചതോടെ റോഡ് അപകടങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ കരാർ കമ്പനി നിർത്തിവച്ചു. യുവാവിനെ ആക്രമിച്ച് 20,000 രൂപ വീതം വില വരുന്ന വാച്ചും മൊബൈൽ ഫോണും കവർ ചെയ്ത കേസിൽ 3 യുവാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ പടിഞ്ഞാട്ടുമുറിയിൽ വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം പൂച്ചയുടേതാണെന്ന് വനം വകുപ്പ് അധികൃതർ. നന്ദിക്കര മാപ്രാണം റോഡ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.